എല്ലാവർക്കും ടിനേസ് ട്രീറ്റ്സിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായിട്ടുള്ള ഒരു പെപ്പർ ഫിഷ് കറിയാണ് ഇന്നത്തെ റെസിപ്പി. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കൂട്ടുന്നതിനായിട്ട് സഹായിക്കും. ചെറിയ ജലദോഷമൊക്കെ ഉള്ള സമയത്ത് ഈ മീൻകറി കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. 1/2 കിലോ മീനാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. മീൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഈ രീതിയിൽ കൈകൊണ്ടൊന്ന് തിരുമ്മിയെടുത്താൽ പുറമെ തൊലി ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 8-10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. കുരുമുളക് കയ്യിലെടുത്ത് പ്രസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ തൊലി ഈ രീതിയിൽ ഇളകി വരണം. അത് ആ ഒരു സോഫ്റ്റ്നെസ് വേണം കുരുമുളകിന് വേണ്ടത്. ഇതിന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഒരു മീഡിയം നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് മാറ്റിവെക്കാം. ഓരോ പുളിക്കും പുളിരസത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പുളി എടുക്കാനായിട്ട്. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 8-10 ചെറിയുള്ളിയും ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ മൊത്തം ചെറുതായി ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഉടനെ തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നിറച്ച മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പാനിന്റെ ചൂട് കൊണ്ട് തന്നെ ഈ മസാലപ്പൊടികളൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നോളും. അതിനുശേഷം ഈ തേങ്ങയുടെ മിക്സ് ഒരു പാനിന്റെ സൈഡിലേക്ക് നീക്കി വെച്ചു കൊടുക്കുക. അതിനുശേഷം ഈ മിക്സ് ചെറുതായിട്ടൊന്ന് തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കുരുമുളകും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് മഷി പോലെ അരച്ചെടുക്കണം. ഇനി ഒരു ചട്ടിയിലേക്ക് മാറ്റാം. ഒരു 1/4 കപ്പോളം വെള്ളം ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ വെള്ളത്തിന്റെ കണക്ക് ഞാൻ ലാസ്റ്റിൽ പറയാം. കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒരു 1/2 കപ്പ് പുളിവെള്ളം ആദ്യം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരപ്പിരിക്കാനായിട്ട്. ഇതിനി സ്റ്റൗവിലേക്ക് മാറ്റാം. അരപ്പൊന്ന് തിളച്ചു വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം. പുളി കുറവാണെങ്കിൽ ആവശ്യാനുസരണം പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരല്പം സ്പൈസി ആയിട്ടുള്ള കറി ആയതുകൊണ്ട് തന്നെ സാധാരണ മീൻകറിക്ക് ചേർക്കുന്നതിനെക്കാട്ടിയും ഒരല്പം കൂടെ പുളി വേണ്ടി വരും. മൊത്തത്തിൽ പുളിവെള്ളവും കൂടെ ചേർത്ത് ഒരു 2-2.25 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഒന്ന് തിളച്ചു വരുമ്പോൾ 2 പച്ചമുളക് കീറിയത് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യാനുസരണം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കറി ഒരു 4-5 മിനിറ്റ് തിളച്ചു വരുമ്പോൾ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ചെറു തീയിൽ വെച്ച്, അതായത് സിമ്മിനും മീഡിയത്തിനും ഇടയിലുള്ള ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 8-10 മിനിറ്റ് അടച്ചു വയ്ക്കാം. അതിനുശേഷം അടപ്പ് തുറന്ന് 2 ചെറിയ തക്കാളി അല്ലെങ്കിൽ ഒരു വലിയ തക്കാളി ഈ ഒരു കനത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. തീരെ നൈസാക്കി അരിയരുത്. 2-3 പച്ചമുളക് കീറിയതും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ച ശേഷം ഒരിക്കലും തവി കൊണ്ട് കുത്തി ഇളക്കരുത്. ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക, അതേ പാടുള്ളൂ. അതിനുശേഷം ഒരു 5-6 മിനിറ്റ് കറി ഒന്ന് അടച്ചു വെച്ചേക്കുക ചെറിയ ഫ്ലെയിമിൽ. അതിനുശേഷം അടപ്പ് തുറന്ന് കറിയുടെ മുകളിൽ ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ഫ്ലെയിം ഏറ്റവും സിമ്മിലാക്കി ഇടുക. ഗ്രേവിയൊക്കെ ആവശ്യത്തിന് കുറുകി കറി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കുരുമുളക് അരച്ചു വെച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളും തയ്യാറാക്കി നോക്കാം. കൂടുതൽ നല്ല നല്ല വീഡിയോസ് കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.